ആരാണ് നമ്മുടെ ശത്രുക്കൾ? ചുറ്റുവട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ദൂരത്തേക്കെങ്ങും പോവേണ്ടതില്ല. കാരണം അസൂയയും വെറുപ്പും വിദ്വേഷവും തെറ്റിദ്ധാരണകളുമൊക്കെയാണ് പല ബന്ധങ്ങളിലും വിള്ളലേൽക്കുന്നതും അസൂയയുടലെടുക്കുന്നതും. അസൂയക്കാരെ തിരിച്ചറിയാൻ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ഉയർച്ചയും വളർച്ചയും നേട്ടങ്ങളും മുന്നേറ്റങ്ങളുമെല്ലാം അടുത്തറിയാൻ പറ്റുന്നത് കുടുംബങ്ങൾക്കാണ്. അവരിൽ ചില ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. അത് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളും ചെന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്കും നേടാൻ കഴിയാത്ത സ്വപ്നങ്ങളും അത് മറ്റുള്ളവർ സ്വന്തമെന്ന് കരുതിയവർ നേടുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. ഓർക്കുക, ഈ അസ്വസ്ഥത കൊണ്ട് നിങ്ങളേൽക്കാൻ പോകുന്ന പ്രത്യാഘാതത്തിൻ്റെ ദുരന്ത കഥ കാത്തിരുന്ന് കാണാം. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ഈ ഭൂമി ലോകത്ത് പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ തകർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, നാളുകളിൽ തിരിച്ചു നിന്നിലേക്കു തന്നെ അത് വരുമ്പോഴായിരിക്കും അതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ അളവ് തിരിച്ചറിയുക. അത് ഒരുപക്ഷെ മക്കളിലൂടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെന്ന് കരുതിയവരിലൂടെയോ ആയിരിക്കാം. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അള്ളാഹു ഓരോ മനുഷ്യനെയും ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പായിട്ടാണ്. ആ സൃഷ്ടിപ്പിനെ തകർക്കാനോ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ അസൂയപ്പെടാനോ നിൽക്കരുത്. കാരണം ഈ രഹസ്യമായി തകർച്ച് കളയുക എന്നുള്ള ദൗത്യത്തിൽ ഒരുപാട് പേർ മുന്നോട്ട് പോകുന്നുണ്ട്. അവരൊക്കെ കേൾക്കുമ്പോൾ ഓർത്തു പോകുക, ഇതിൻ്റെ ദുരന്ത കഥ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴായിരിക്കും അത് അള്ളാഹുവിലൂടെ തന്നെ തിരിച്ചു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ അസൂയപ്പെടാതെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ അവരുടെ കൂടെ നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്